ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. പായിപ്രയിൽ CPM നൽകിയ അഴിമതി പണം കൈപ്പറ്റിയാണ് വിജി പ്രഭാകരൻ കാലുമാറിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത്. വിജി പ്രഭാകരന് സ്ഥാനങ്ങൾ നൽകുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിരുന്നുവെന്നും ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പുതിയതായി അനുമതി നൽകിയ പ്ലൈവുഡ് കമ്പനികളിൽ നിന്നുള്ള കള്ളപ്പണം ഉപയോഗിച്ച് CPM ജനാധിപത്യത്തെ അട്ടിമറിച്ചെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ അഴിമതി പണം കൈപ്പറ്റിയാണ് വിജി പ്രഭാകരൻ കാലുമാറിയതെന്നും കോൺഗ്രസ് ആരോപിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജി പ്രഭാകരന് ഒരവസരം നൽകുന്നതിന് പാർട്ടി ഒരുക്കമായിരുന്നു. എന്നാൽ ആശാപ്രവർത്തകയായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ വഹിക്കാൻ നിയമപരമായ തടസ്സമുണ്ട്. ഈ കാര്യം വിജി പ്രഭാകരൻ തന്നെയാണ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് നജീ ഷാനവാസിന് പാർട്ടി അവസരം നൽകിയതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. സാമ്പത്തികമായ വലിയ ഒരു തിരിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജി പ്രഭാകരൻ ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പായിപ്ര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വരികയും വളരെ സന്തോഷവതിയായി പാർട്ടിയുടെ നിർദ്ദേശം വിപ്പ് കൈപ്പറ്റുകയും ഇന്ന് രാവിലെയും പാർട്ടി ഓഫീസിൽ വരികയും എല്ലാവരുമായി സംസാരിച്ച് വളരെ സന്തോഷവതിയായിട്ടാണ് പായിപ്ര പഞ്ചായത്ത് ഓഫീസിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയത്. ശ്രീമതി ഷോബി അനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നജീ ഷാനവാസിന് നൽകുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ശ്രീമതി വിജി പ്രഭാകരനുമായി ഞാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പായിപ്ര മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടിയും അവരുടെ വീട്ടിൽ പോയി ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നതാണ്. അന്ന് ഒരു ടേം വൈസ് പ്രസിഡന്റ് ആകുന്നുണ്ടോ എന്ന് വിജി പ്രഭാകരൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനൊരു ആശാ വർക്കറാണെന്നും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ 3 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നത് ആശാ വർക്കർ എന്നുള്ള പദവി ജോലി ഒരു തടസ്സമാണ് എന്നും അങ്ങനെ അത് വഹിക്കേണ്ടി വന്നാൽ ഒന്നുകിൽ ആശാ വർക്കർ ജോലി രാജിവെക്കുകയോ ദീർഘകാലം അവധി എടുക്കുകയോ ചെയ്യണം. ഒരു 7-8 മാസത്തേക്ക് ഞാൻ ഈ വൈസ് പ്രസിഡന്റ് ആകുന്നത് എൻ്റെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥാനം എനിക്ക് വേണ്ട, നജീ ഷാനവാസിന് നൽകിക്കോളൂ എന്ന് ഈ വിജി പ്രഭാകരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നജീ ഷാനവാസിന് പൂർണ്ണമായും ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. പുതിയ വീട് നിർമ്മിച്ചതിന്റെ ബാധ്യത തീർക്കുന്നതിന് CPMൽ നിന്ന് വിജി പ്രഭാകരൻ പണം കൈപ്പറ്റിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വീട് പണിയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട വിജി പ്രഭാകരന് CPM അവർക്ക് വലിയൊരു സാമ്പത്തികം ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജി പ്രഭാകരൻ ഈ കൂറുമാറ്റത്തിന് തയ്യാറായതെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും ഈ കോൺഗ്രസിന്റെ ഈ ആരോപണത്തിന് അനുകൂലമായി നിൽക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അവരെ 6 വർഷത്തേക്ക് പുറത്താക്കിയതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി അറിയിക്കുകയാണ്. ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകയായി പ്രവർത്തിച്ചിരുന്ന ശ്രീമതി വിജി പ്രഭാകരൻ പാർട്ടിയോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതിയാണ്. CPM പായിപ്ര ലോക്കൽ കമ്മിറ്റി നടത്തിയത് ജനാധിപത്യത്തെ പണം കൊണ്ട് മൂടുന്നതിന് വേണ്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ നീക്കമാണ് അവർ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്ലൈവുഡ് കമ്പനികളിൽ നിന്നൊക്കെ കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പായിപ്രയിൽ ഏകദേശം 5ഓളം പ്ലൈവുഡ് കമ്പനികൾക്കാണ് ലൈസൻസ് കൊടുത്തത്. അതിൽ നിന്നൊക്കെ വളരെ വലിയ അഴിമതി പായിപ്രയിൽ നടന്നിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടെയാണ് വിജി പ്രഭാകരൻ വിപ്പ് കൈപ്പറ്റിയത്. നജീ ഷാനവാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതായി കോൺഗ്രസ് പറയുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.